അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്യുന്നതൻ്റെ മറവിലും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഭക്തൻ ദൈവസന്നിധിയിൽ പാടുന്നൊരു കീർത്തനമാണിത്. ദൈവത്തോട് പറ്റിയിരിക്കുന്നവനെ ദൈവം വിടുവിക്കും. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നവരാണോ? നിങ്ങൾക്കൊരു വിടുതലുണ്ട്. നാം എങ്ങനെയാണ് ദൈവത്തോട് പറ്റിയിരിക്കുന്നത്? തിരുവെഴുത്ത് പറയുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് യേശുക്രിസ്തുവാണ്. ആ യേശുവിൻ്റെ അടുക്കൽ വരുന്ന നാം ഓരോരുത്തരും ജീവൻ പ്രാപിക്കുന്നത്, ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ പണിയപ്പെടുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നാം യേശുവിനോട് ചേരുന്നത് വിശ്വാസത്താലാണ്. നാം യേശുവിനോട് പറ്റിയിരിക്കുന്നത് വിശ്വാസത്താലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ദൈവം വിടുവിക്കും. പറ്റിയിരിക്കുന്നവനെ ദൈവം വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, കാരാഗൃഹത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ അവരുടെ ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. ശരീരത്തിന് ബന്ധനമുണ്ടെങ്കിലും അവരാത്മാവിൽ സ്വതന്ത്രരാണ്. അവർ വിശ്വാസത്താൽ വിടുതൽ പ്രാപിച്ചവരാണ്. അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ, പറ്റിച്ചേർന്നപ്പോൾ, ആത്മാവിൽ സ്തുതിക്കുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവരുടെ ശരീരത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറി, ചങ്ങലകൾ അഴിഞ്ഞുമാറി. പ്രിയപ്പെട്ടവരെ, പറ്റിയിരിക്കുന്നവനെ ദൈവം വിടുവിക്കും. അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ദൈവസഭ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ്റിയിരിക്കുകയാണ്. പത്രോസിനൊരു വിടുതൽ ലഭിക്കുവാൻ, കാരാഗൃഹത്തിൽ നിന്ന് അപ്പോസ്തലൻ പുറത്തു വരുവാൻ സഭ പറ്റിയിരിക്കുകയാണ്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം സഭ പ്രാർത്ഥിച്ചാൽ അത് ഇന്ന് പകൽ നിങ്ങൾക്കൊരു വിടുതലാണ്. കാരാഗൃഹത്തിൻ്റെ അകത്ത് പെട്ടെന്നൊരു ദൂതൻ വെളിപ്പെടുകയാണ്. ചങ്ങലകളൊക്കെ അഴിഞ്ഞു മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കും. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിടുതൽ മുൻപിൽ കാണണം. ദൈവം വിശ്വസ്തനാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വാക്കുമാറാത്തവനാണ്. ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ദൈവവചനം സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.